നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന CBSE ICSE സുഗമ 3rd സ്റ്റാൻഡേർഡിൻ്റെ സുഗമ ക്വസ്റ്റ്യനാണ് ഇന്ന് വായിക്കുന്നത്. അപ്പോൾ സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളും ഈ വീഡിയോ നന്നായി കണ്ട് പഠിച്ചതിന് ശേഷം പോവുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗൈഡ് ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ ഗൈഡിൽ ഫസ്റ്റ് പേജാണ് ആദ്യം വായിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിത്ര ദേക്കർ ഉൻകെ നാം ഹിന്ദി മേ ലിഖിയെ. ചിത്രം നോക്കി ആ പിക്ചറിൻ്റെ പേര് ഹിന്ദിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ലോട്ടസിൻ്റെ പിക്ചർ ഉണ്ട് അല്ലേ? അപ്പോൾ ലോട്ടസിന് എന്താ പറഞ്ഞത്? കമൽ. എന്താ പറഞ്ഞത്? കമൽ. കമൽ, കമൽ. അടുത്തെന്താണ്? ഐനക്ക്. ഐനക്ക് എന്താണ്? കണ്ണാട. തബല. തബല എന്താണ്? തബല തന്നെ. അടുത്തത് മച്ചലി. മച്ചലി എന്താണ്? ഫിഷ്. അടുത്തത് സേബ്. സേബ് എന്ന് വെച്ചാൽ ആപ്പിള്. പേട് ട്രീ. സൂരജ് സണ്ണ്. ചണ്ട ഫ്ലാഗ്. ഉല്ലു മൂങ്ങ അല്ലേ? ഔള്. ബാദൽ ക്ലൗഡ് മേഘം. അങ്കൂർ ഗ്രേപ്സ്. നൽ ടാപ്പ് പൈപ്പ്. അപ്പോൾ ഈ 12 പിക്ചറുടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും 4 ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും 4 പിക്ചറായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ ഇതിലുള്ള പിക്ചർ നന്നായിട്ട് നോക്കി മനസ്സിലാക്കി പഠിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും. അപ്പോൾ ഇതേ മോഡലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. റോമിലിട്ട് തന്നിരിക്കുന്ന അതേ ഓർഡർ പഠിച്ചാൽ മതി. ഓരോന്നിനും 3ഓ 4ഓ ഇതായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. കമൽ, ഐനർ, തബല, മച്ചലി, സേബ്, പേട്, സൂരജ്, ചണ്ട, ഉല്ലു, ബാദൽ, അങ്കൂർ, നെല്ല്. പഠിച്ചല്ലോ. അടുത്ത സെക്കൻഡ് വരുന്നത്, നിമ്നലിഖിത ശബ്ദമൊക്കെ അംഗ്രേസി ശബ്ദ ലിഖിയെ. താഴെ അതിൻ്റെ ഹിന്ദി കൊടുത്തിട്ടുണ്ട്. ആ ഹിന്ദിയുടെ ഇംഗ്ലീഷ് വാക്ക് എഴുതാനാണ് പറയുന്നത്. കിസാൻ. കിസാൻ ഇംഗ്ലീഷ് എന്ന് പറയും? ഫാർമർ. കിസാൻ ഫാർമർ. ബതക്ക് ഡക്ക്. ഝർന. ഝർന എന്താ? സ്ട്രീം അല്ലെങ്കിൽ വാട്ടർഫാൾ എന്ന് പറയാം. ഉപവൻ ഗാർഡൻ. ഉപവൻ ഗാർഡൻ. അടുത്ത് 6 ആണ്. 6 എന്താ? ബഹൻ. ബഹൻ എന്താ? സിസ്റ്റർ. ഗാജർ കാരറ്റ്. ഗാജർ കാരറ്റ്. ഘാസ് ഗ്രാസ്. ഘാസ് ഗ്രാസ്. പുൽ. പുല്ലെന്താ? ബ്രിഡ്ജ്. പുല്ല് ബ്രിഡ്ജ്. ഇമലി ടാമറിൻഡ്. ആഗ് ഫയർ. അമരൂ ഗുവ. രച്ച് രഥ് ചാരറ്റ് രഥം. അപ്പോൾ ഇതിൽ നിന്ന് 4 ചോദിക്കും. ഇതിൻ്റെ അർത്ഥങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത പേജ്, ശുദ്ധവർത്തിനി. ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്. അതിൽ 2 തെറ്റാണ്, 1 കറക്റ്റാണ്. അപ്പോൾ അതേന്ന് കണ്ടെത്തി എഴുതുക. അപ്പോൾ നമുക്ക് ആൻസർ മാത്രം നോക്കിപ്പോ. നദി, പതംഗ്, മിഠായി, ഹാത്തി, ഉപവൻ, ആലു, ത്യോഹാർ, കൃപ, പേട്, ഔരത്ത്. വായിക്കാം. നദി. നദി എന്താണ്? നദി തന്നെ. പതംഗ് പട്ടം. മിഠായി മിഠായി തന്നെ. ഹാത്തി ആന. ഉപവൻ ഗാർഡൻ. ആലു പൊട്ടറ്റോ. ത്യോഹാർ ഫെസ്റ്റിവൽ. കൃപ കൈൻഡ്. പേട് ട്രീ. ഔരത്ത് സ്ത്രീ വുമൺ. അടുത്ത വർണ്ണോക്കോ ഉചിത സ്ഥാൻ പർ ലിഖിയെ. ഇവിടെ ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വാക്കേന്ന് എഴുതുക. രാസാബ. അപ്പോൾ എന്താ വരുന്നത്? ബാസാർ. സമോസ. ഇതുപോലെ അങ്ങ് വായിച്ച് കറക്റ്റായിട്ട് എഴുതിയത് കേട്ടോ. ബാസാർ, സമോസ, റേൽഗാഡി, ദുകാൻ, താലാബ്, ബാലക്, സൈനിക്, ഗമല, നഹർ, യമുന, ദീപക്. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ പേജ് നമ്പർ 2ഉം 3 ഇപ്പോൾ വായിച്ചത്. ഇനി അടുത്ത് വരുന്നത് രേഖാങ്കിത ശബ്ദക്ക് ബഹുവചനം. ഇവിടെ ഓരോ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്റൻസിൻ്റെ ബഹുവചനം എഴുതാണ് പറഞ്ഞിരിക്കുന്നത്. ഘോഡ. ഘോഡയുടെ ബഹുവചനം എന്താണ്? ഘോഡെ. ഘോഡ ദൗഡ് രഹാ ഹേ. ഘോഡെ ദൗഡ് രഹേ ഹൈ. കന്യ പഠി രഹി ഹേ. കന്യായേം പഠി രഹി ഹേ. അപ്പോൾ കന്യയുടെ ബഹുവചനം എന്താണ്? കന്യായേ. നദി നദിയാം. മാല മാലായേ. ഖിടുക്കി ഖിടുക്കിയാം. പത്ത പത്തേ. കുത്ത കുത്തേ. ഖിലൗന ഖിലൗനെ. ബച്ച ബച്ചേ. ഗായ് ഗായേ. അടുത്ത അനേക ശബ്ദോं के लिए एक शब्द. ഒറ്റപ്പദം.
ജോ പഠാ നാ ഹോ, പഠിത്തമൊന്നും ഇല്ലാത്തവർ പറയുന്ന പേരാണ് അൻപഡ്. ജിസ്മേ ദയാ ഹോ, ദയാലു, ദയ ഉള്ളവൻ ദയാലു. ജോ ഡർത്താ ഹെ, നിഡർ, പേടിയുള്ളവൻ പേടിത്തൊണ്ട്. ജോ ഡർത്താ നഹി ഹോ, എല്ലാവരെയും ഭയക്കാത്തവനാണ് നിഡർ. നേരത്തവരും തെറ്റിപ്പോയേ. ജോ ഡർത്താ നഹി ഹോ, ആരെയും ഭയമില്ലാത്തത് നിഡർ. ലേഖ് ലിഖ്നെ വാല ലേഖക്, എഴുതുന്ന ആളിനെ പറയുന്ന പേരാണ് ലേഖക്. ജോ കഭീന മരെ അമർ, ഒരിക്കലും മരിക്കാത്തത് അമർ. കപ്പടെ ധോനെ വാല ധോബി, അലക്കുകാരൻ. തപ് കർണേ വാല തപസ്വി, തപസ് ചെയ്യുന്ന ആളെ പറയുന്നത് തപസ്വി. ജൽമേ രഹ്നെ വാല ജലജർ, ജലത്തിൽ താമസിക്കുന്നത് ജലജർ. അധിക് ബോൾനെ വാല വാചാൽ. ജോ ദാൻ ദേത്താ ഹോ ദാനി. അപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്കിതെല്ലാം മനസ്സിലായിക്കാണെന്ന് തോന്നുന്നു. അപ്പം എല്ലാ കുഞ്ഞുമക്കളും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇപ്പോൾ സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും തന്നെ നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. ഇതേ ഓർഡറിൽ നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ ടീച്ചറിൻ്റെ വീഡിയോസ് 2-3 തവണ കേട്ട് പഠിക്കുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് തരുന്നതാണ്. അപ്പോൾ ടീച്ചറിൻ്റെ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്ത കുഞ്ഞുമക്കളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.